അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. അതിൽ 242 യാത്രക്കാരുമുണ്ട്. ഇത് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ്. ഇത് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം 5 മിനിറ്റിനകം അത് ക്രാഷ് ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ ചാർട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതിന് കൃത്യതയില്ല. എന്നാലും മുൻ മുഖ്യമന്ത്രി ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇദ്ദേഹം തന്നെയാണ് എന്നും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അരമണിക്കൂറിന് ശേഷമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അങ്ങോട്ട് ഇതുവരെ അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. എങ്കിലും യാത്രക്കാരെത്രയുണ്ടെന്നും എയർപോർട്ടിനടുത്ത് തന്നെയാണ് വീണതെന്നും അങ്ങോട്ട് മെഡിക്കൽ എയ്ഡുമായിട്ട് ഫയർഫോഴ്സും എല്ലാം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെന്നും അല്ലാതെ അതിലപ്പുറത്തോട്ട് ഒരു വാർത്തകളില്ല. ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് VIP കളുണ്ട്, സാധാരണക്കാരാരാണ്, ബിസിനസ്സുകാരാണ്. ഏതായാലും ലണ്ടനിലേക്ക് പോകുന്നതായതുകൊണ്ട് ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിലെ കൂടുതൽ ബിസിനസ് ചെയ്യുന്നവരും VIP കളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും യാത്രക്കാരുടെ ലിസ്റ്റ് വന്നാലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ ഒക്കുള്ളൂ. അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങിയ ശേഷം 5 മിനിറ്റിനകം എയർപോർട്ടിന് സമീപം തന്നെയാണ് ഇത് ക്രാഷ് ചെയ്തത്. അവിടെ അങ്ങോട്ട് എമർജൻസി ഫയർഫോഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ എയ്ഡും എല്ലാവരും അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറുത്ത പുക നിൽക്കുന്നത് മാത്രം വാർത്തയിലും അതുപോലെ ചാനലിലൊക്കെ കാണുന്നുണ്ട്. എത്ര പേർ അപകടത്തിൽ പെട്ടു എന്നും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നും അറിയില്ല. ഇത് ലണ്ടനിലേക്ക് പോയതായതുകൊണ്ട് ഗുജറാത്തിലുള്ള ധാരാളം ബിസിനസ്സുകാരും അങ്ങോട്ടുണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ പോകുന്ന ഭാഗങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്നത്. റാം മോഹൻ നായിഡു എന്ന സിവിൽ ഏവിയേഷൻ മന്ത്രി ഷോക്ക് രേഖപ്പെടുത്തി അദ്ദേഹം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ലണ്ടനിലെ ഗാറ്റ്വിക് എന്ന സ്ഥലത്തേക്കാണ് ഈ ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിരിക്കുന്നത്. അതിൽ യാത്രക്കാരുടെ എണ്ണം കൃത്യമല്ല, എങ്കിലും പ്രാഥമികമായിട്ട് വരുന്നത് 242 പേരെന്നാണ് അറിയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിമാനത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടില്ല. എങ്കിലും ക്രാഷ് ലാൻഡിംഗ് ആണ്, ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഉടനെയാണ്. മറ്റെന്തെങ്കിലും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അത് ഇനി വരും ദിവസങ്ങളിൽ അതിന് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. കാരണം എയർ ഇന്ത്യയുടെ എല്ലാ ഫ്ലൈറ്റുകളും മിക്കവാറും അത് വളരെയധികം അവർ സർവീസ് ചെയ്തു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോകുന്ന എയർ ഇന്ത്യക്ക് ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. കാരണം ഇപ്പം അതിൽ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല, യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയത്തില്ല, എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നും അറിയില്ല. എന്നാലും ഇത് വലിയ ഒരു വിമാനം ദുരന്തം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അരമണിക്കൂറിനകം അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരും എന്ന് കരുതുന്നു.